ദിലീപിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോ സിനിമയാണല്ലോ പറക്കും പാപ്പൻ. ഈ സിനിമ ശ്രീ ഗോകുലം മൂവീസാണ് നിർമ്മിക്കുന്നത്. ഇവരെ കൂടാതെ ഇപ്പോഴത്തെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസും ഈ സിനിമ ചേർന്ന് നിർമ്മിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ട് അടുത്ത വർഷം എന്തായാലും തുടങ്ങുമെന്നിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ വരുന്ന അടുത്ത സിനിമയാണല്ലോ ഹൃദയപൂർവ്വം എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ജനുവരി പകുതിയിലായിരിക്കും ആരംഭിക്കുക. കൂടാതെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ മോഹൻലാൽ ഈ സിനിമയിൽ ഒരു ക്ലീൻ ഷേവ് ലുക്കിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുമുണ്ട്. ശിവകാർത്തികനെ നായകനാക്കി സുധാ കോൺഗ്രസ് സംവിധാനം ചെയ്യുന്ന മൾട്ടിസ്റ്റാർ സിനിമയുടെ ഷൂട്ട് ഡിസംബർ അവസാനം ആരംഭിക്കുന്നു. സിനിമയുടെ 25 ദിവസത്തോളം ഷൂട്ടായിരിക്കും ഫസ്റ്റ് ഷെഡ്യൂളിലെല്ലാം ഉണ്ടാവുക. ജയം രവിയാണ് ഈ സിനിമയിൽ വില്ലൻ വേഷത്തിലെത്തുന്നത്. ശ്രീലീല നായികയായും എത്തുന്നതും കൂടിയായിരിക്കും. ഈ സിനിമയിൽ ഇപ്പോഴത്തെ ശിവകാർത്തികൻ ഒരു റവല്യൂഷണറി കോളേജ് സ്റ്റുഡൻറ്റ് റോളിലായിരിക്കും എത്തുക. ചാർലി എന്ന സിനിമയ്ക്ക് ശേഷം മാർട്ടിൻ പ്രകാട്ട് ദുൽഖർ കോംബോയിൽ ഒരു സിനിമ വരുന്നു. സിനിമയുടെ ചർച്ചകളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വരുമെന്നെല്ലാം പ്രതീക്ഷിക്കാം. ആവേശം സിനിമയ്ക്ക് ശേഷം ജിത്തുമാധവൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണല്ലോ മോഹൻലാലിനെ വെച്ചുള്ള ചിത്രം. ഈ സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ അടുത്ത വർഷം പകുതിയിൽ ആരംഭിക്കുന്നു. ഇത് ആവേശം പോലെ തന്നെ ഒരു കോമഡി ആക്ഷൻ ഫിലിമും കൂടിയാണ്. LCU യൂണിവേഴ്സിൽ വരുന്ന അടുത്ത സിനിമയാണല്ലോ ലോറൻസ് നായകനായി വരുന്ന ബെൻസ് എന്ന ചിത്രം. ഈ സിനിമയിൽ ഇപ്പോഴത്തെ വില്ലൻ വേഷത്തിൽ ആക്ടർ മാധവൻ എത്തുന്നു. സിനിമയുടെ ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നതും കൂടിയായി. കൂമൻ എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് ആസിഫ് അലി കോംബോയിൽ വീണ്ടും ഒരു സിനിമ വരുന്നു. ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ ഫിലിമായിട്ടായിരിക്കും എത്തുക. അപർണ ബാലമുരളിയാണ് സിനിമയിൽ നായികയെത്തുന്നത്. സിനിമയുടെ ഷൂട്ട് അടുത്ത വർഷം പകുതിയിലായിരിക്കും തുടങ്ങുക. മഹേഷ് നായരനും സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണല്ലോ മോഹൻലാലിനെയും മമ്മൂട്ടിയും വെച്ച് വരാനിരിക്കുന്ന ഒരു മൾട്ടിസ്റ്റാർ ചിത്രം. ഇപ്പോഴത്തെ ഈ സിനിമയ്ക്ക് ശേഷം ഇവർ വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആഭ്യാസപൂഹം അതുപോലെ തന്നെ പുരുഷപ്രേതം എന്ന സിനിമയുടെ ഡയറക്ടറായ കൃഷാന്തിന്റെ സംവിധാനത്തിൽ വരുന്ന സിനിമയിലായിരിക്കും ഇവർ വീണ്ടും ഒന്നിക്കുക. അല്ലു അർജുന നായകനാക്കി ത്രിവിക്രം സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പ്രൊമോ ഇപ്പോൾ പുറത്തു വരുന്നു. സിനിമയുടെ ഒരു പ്രൊമോ ഇപ്പോൾ ജനുവരി മാസം പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ അടുത്ത വർഷം മാർച്ചിലായിരിക്കും ഷൂട്ടെല്ലാം ആരംഭിക്കുക. സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് വരുന്നത്. കമൽഹാസനെ വെച്ച് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. മഹേഷ് നാരായണൻ ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് കഥയൊരുക്കുന്നത് കമൽഹാസനും കൂടിയാണ്. സിനിമയുടെ ചർച്ചകളെല്ലാം ഇപ്പോൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ മഹേഷ് നാരായണൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. യാഷ് നായകനാവുന്ന ടോക്സിക് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ വരുന്നു. ജനുവരി മാസം തന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ റിലീസ് അടുത്ത വർഷം ഡിസംബറിലായിരിക്കും ഉണ്ടാവുക. സൂര്യ അമൽനീരദ് കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുമെന്നും സിനിമയുടെ ചർച്ചകൾ നടക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നല്ലോ. ഇപ്പോൾ അത് കൺഫേം ആയിരിക്കുകയാണ്. ബോഗൻവില്ലയ്ക്ക് ശേഷം ഇപ്പോൾ അമൽനീരദിനെ സംവിധാനം ചെയ്യുക സൂര്യയെ വെച്ചുള്ളൊരു സിനിമയായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം തന്നെ ഉടൻ പ്രതീക്ഷിക്കാം. നെസ്ലിൻ നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് വേഫാറർ ഫിലിംസ് നിർമ്മിക്കുന്ന സിനിമ. ഈ സിനിമയിൽ കല്യാണി പ്രിയദർശനാണ് നായികയെത്തുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമായി വരുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ ഒരു സെക്കൻഡ് പാർട്ടും കൂടിയുള്ളൊരു ചിത്രവും കൂടിയാണ്. ഈ സിനിമയുടെ യൂണിവേഴ്സിൽ 4-5 സിനിമകൾ വീണ്ടും വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ദാദ എന്ന സിനിമയ്ക്ക് ശേഷം ഗണേഷ് കെ ബാബുവിൻ്റെ അടുത്ത സിനിമയാണല്ലോ ജയം രവിയെ നായകനാക്കിയിട്ടുള്ളൊരു സിനിമ. ഈ സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഡിസംബർ 16 ആരംഭിക്കുന്നു. ഈ സിനിമ ഇപ്പോഴത്തെ ഒരു വടച്ചെന്നൈ ബാക്ക്ഡ്രോപ്പിൽ വരുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രജനി നായകനാവുന്ന സിനിമയാണല്ലോ കൂലി എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ടെല്ലാം ഇപ്പോൾ ജയ്പൂരിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഷെഡ്യൂളിൽ ഇപ്പോൾ അമീർ ഖാനും ജോയിൻ ചെയ്തേക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സൂര്യ നായകനാവുന്ന പുതിയ സിനിമയാണല്ലോ സൂര്യ 45. ഈ സിനിമയിൽ ഇപ്പോഴത്തെ സൂര്യ വക്കീൽ വേഷത്തിലെത്തുന്നു. എതിർക്കുന്നിരുന്നവൻ ജയ്ഭീം എന്ന സിനിമയ്ക്ക് ശേഷമാണ് സൂര്യ ഇപ്പോൾ വക്കീൽ വേഷത്തിലെത്തുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി വില്ലനായി വിജയ് സേതുപതിയെയും അപ്രോച്ച് ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.